വന്നത് 10 വർഷം മുമ്പ് തൊട്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് വസ്തുവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. 15 വർഷമായിട്ട് അപേക്ഷകൾ കൊടുക്കുന്നുണ്ട്. അപേക്ഷകൾ ഓരോന്നോരോന്നായിട്ട് എൻ്റെ അപേക്ഷ തള്ളിപ്പോകുന്നുണ്ട്. അപ്പോൾ അവരോരോ ന്യായങ്ങൾ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ന്യായം എന്ന് പറഞ്ഞാൽ 4 വീലർ വാഹനമുള്ളവർ കോടീശ്വരന്മാരാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഈയിടയ്ക്കായിട്ട് ഒരു 2 മാസം മുമ്പ് തൊട്ട് എനിക്കൊരു വിവരം കിട്ടി. ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ഭൂമി പതിപ്പിച്ച് സൗജന്യമായിട്ട് നൽകിയിട്ടുള്ള വിവരം അറിഞ്ഞായിരുന്നു. ഇത് പല സംസ്ഥാന ഡയറക്ടറേറ്റിലൊക്കെ വിവരം അന്വേഷിച്ചിട്ടൊന്നും അവർക്കൊന്നും കൃത്യമായിട്ട് വിവരം അറിയത്തില്ല എന്നൊക്കെയാണ് അവർ ഫോണിലൂടെ വിളിച്ചാൽ പറയുന്നത്. ഇതിൽ അവർക്കൊക്കെ അറിയാം, പക്ഷെ അവർ നമ്മളോടൊന്നും പറയുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ റവന്യൂ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വിവരാശം വെച്ചപ്പോൾ 1-2 മറുപടികൾ എനിക്ക് വന്നിട്ടുള്ളതിൽ ഒന്ന് താലൂക്ക് ഓഫീസ് സുൽത്താൻ ബത്തേരി, വേറൊന്ന് താലൂക്ക് ഓഫീസ് കണയന്നൂർ, വേറൊന്ന് താലൂക്ക് ഓഫീസ് കോട്ടയ്ക്കകം. ഈ കോട്ടയ്ക്കകം താലൂക്ക് ഓഫീസിൽ എത്ര പേർക്ക് സൗജന്യമായിട്ട് ഭൂമി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ 10 വർഷത്തെ കണക്കാണ് ചോദിച്ചത്. 10 വർഷമായിട്ട് കൊടുത്തത് 1, 2, 3, 4 പേർക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരം അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ വന്നത്. ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി വെള്ളയമ്പലം കോർപ്പറേഷൻ പരിധിയിലാണ് കൊടുത്തിരിക്കുന്നത്. 1.24 ഏരീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഞാനിവിടെ കണക്ക് നോക്കിയപ്പോൾ 3.26 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി വെള്ളയമ്പലം, അതും കോർപ്പറേഷനിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 1.48 സെൻറ്റ് സ്ഥലമാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് വികാർ CSI ക്രൈസ്റ്റ് ചർച്ച് പാളയം മധ്യ കേരളം, അവിടെ കൊടുത്തിരിക്കുന്നത് 2.43 ഏരീസ് സെൻറ്റ് എന്ന് വെച്ചാൽ 2 ഏക്കർ 4.3 സെൻറ്റ് വസ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാരീഷ് പിൻഡ് സെൻറ്റ് മേരീസ് മഗ്നലിയ ചർച്ച്, അവിടെ അതും കോർപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത് 1.7699 സെൻറ്റ് ഹെക്ടർ സെൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അടുത്തത് കൊടുത്തിരിക്കുന്നത് താലൂക്ക് കണയന്നൂർ എന്ന് പറയുന്ന കൊച്ചി മുനിസിപ്പാലിറ്റിയിലുള്ളതാണ്, കൊച്ചി കോർപ്പറേഷനിലുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഹനുമാൻ കോവിൽ പബ്ലിക് ട്രസ്റ്റ് എറണാകുളം, കൊച്ചി കോർപ്പറേഷനിൽപ്പെട്ട സ്ഥലമാണ്. 17.4 സെൻറ്റ് സ്ഥലം. ശ്രീ ഭഗവത് സഹായ സംഘം കണ്ടന്നൂർ മരട് 4.256. SNV സദനം ട്രസ്റ്റ് കൊച്ചിൻ കോർപ്പറേഷന് കൊടുത്തിരിക്കുന്നത് 3.236. അപ്പോൾ ഇതൊക്കെ ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും സർക്കാർ സൗജന്യമായിട്ട് കൊടുത്ത ഭൂമികളാണ്. ഇനിയൊന്നുള്ളത് നമ്മുടെ താലൂക്ക് ഓഫീസ് സുൽത്താൻ ബത്തേരി. ബാക്കിയൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ, അത് വരുമ്പോൾ ഞാൻ അറിയിക്കാം. സുൽത്താൻ ബത്തേരി KSEB കൊടുത്തിട്ടുണ്ട്, സർക്കാർ സംവിധാനത്തിലാണ്. പിന്നെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന് കുപ്പാടി, പഴൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ച്, അസംഷൻ ഫൊറാന ചർച്ച്, ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് 0.4214 ഹെക്ടർ, 1.9875 ഹെക്ടർ, 1.8142 ഹെക്ടർ, 1.97 ഹെക്ടർ, ഇങ്ങനെയൊക്കെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു സാധാരണപ്പെട്ടവൻ 2 സെൻറ്റോ 3 സെൻറ്റോ അല്ലെങ്കിൽ 5 സെൻറ്റ് ഭൂമി ഈ ലോകത്തെങ്ങുമില്ല, നമുക്ക് ഒരു കയറി കിടക്കാൻ ഒരു വീട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്താൽ നമുക്ക് ഭൂമി തരാനോ കെട്ടിടം പണി തരാനോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വലിയൊരു ന്യായമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? 4 വീലർ വാഹനം. നമ്മൾ ഓരോരുത്തരും ഓർക്കണം, 2007-08 മോഡല് റീടെസ്റ്റ് ചെയ്ത വാഹനങ്ങൾ എത്ര രൂപ വിലയ്ക്ക് എടുക്കുക? ഒരു 50,000 രൂപ മതിപ്പ്. സർക്കാരിന് വാഹനങ്ങൾക്കൊക്കെ മതിപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുമല്ല, 2 പേര് ഭിന്നശേഷിക്കാർ വീട്ടിലുണ്ട്. അവരുടെ വീട്ടിൽ ഒരു വാഹനം 4 വീലർ വാഹനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭൂമി സർക്കാരിൽ നിന്നും സൗജന്യം നൽകാൻ പാടില്ല, സ്വന്തമായി ഒരു വീട് നൽകാനും പാടില്ല. അപ്പോൾ അവരുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതും വരുന്ന ദിവസങ്ങളിൽ എൻ്റെ സംശയം വലിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഭൂമി പതിച്ച് നൽകിയ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് നൽകിയത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അവർക്ക് കൊടുത്ത ഭൂമിയും എന്നുവെച്ചാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി സൗജന്യമായി കൊടുത്തതിൻ്റെ വിവരവും പിന്നീട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.